കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റായിരം. അതൊരു പോരായ്മ തന്നെയാണ്. ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണിപ്പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ രാഷ്ട്രീയത്തിൽ പതിനെട്ടടവും പഠിച്ച എന്റെ അടുത്ത് അയാളെ കളി. എത്ര ഗ്രൂപ്പ് കളിച്ച് കുട്ടികാൽ വെട്ടി മേനോൻ സാർ നിലയിലെത്തിയത്. ഈ വിധത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും ഇല്ലാത്ത ഈ മേനോൻ സാർ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ആലോചിച്ചു. നായി നടന്നുകൊണ്ട് ഒരു കാര്യമില്ല, നായ്ക്ക് ഇരിക്കാനോട്ട് നേരമില്ല എന്ന് മുഖ്യം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊന്ന് കുളിക്കട്ടെ. കുളിച്ച കൊക്കാവും. ഞാൻ ചാണ്ടി ഉദ്ദേശിച്ചത് ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. നല്ല ഉപദേശം ആയിരിക്കും. പോത്തിനോടാണോ വേറെ പോകുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. പിന്നെ എന്റെ മോൻ തന്നെയാണോ അതാ മുഖ്യേറ്റം? ആ ചോദ്യം ലക്ഷ്മി അച്ഛനെന്ത് IAS IPS ഒക്കെ കാണുമ്പോൾ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? ഒരു IPSകാരനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിംഗ് കമ്പനി തുടങ്ങിയിരിക്കും. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ? ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു IASകാരന്റെ IPSകാരന്റെ സേവനം. അയ്യോ അതോർത്ത് സാർ സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാവുന്നത് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിൽ സ്കൂളിൽ പോകാത്തോണ്ട് അവിടെ തോറ്റിട്ടില്ല. ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് ഇറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണെന്നും പഴഞ്ചൊല്ല്